പ്രദീപ് കുമാർ കാവുന്തറ തിരക്കഥ സംഭാഷണം എഴുതി ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. സ്വന്തം കറുപ്പ് നിറത്തിൻ്റെ പേരിൽ അപകർഷതാബോധത്തിൽ ജീവിക്കുന്ന ആന്റണിയുടെയും ആന്റണിയിലെ കറുപ്പിനെ കാണാതെ അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ലക്ഷ്മിയുടെയും മകൻ ആദിയുടെയും കുടുംബത്തിൻ്റെ കഥയാണിത്. ആന്റണിയും ഭാര്യ ലക്ഷ്മിയും മകൻ ആദിയും ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വന്നതാണ്. കളർ ഫോട്ടോ വേണ്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി എന്ന് ആന്റണി പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ പ്രിന്റ് വന്നപ്പോൾ കളർ. ആന്റണിക്ക് ദേഷ്യമടക്കാനായില്ല. എന്താന്നല്ലേ, ഈ കളർ ഫോട്ടോയിൽ ആന്റണി മാത്രം കറുമ്പനായും ഭാര്യയും മകനും വെളുത്തുമിരിക്കുന്നത് വ്യക്തമായി കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ആന്റണിയുടെ ഈ കറുപ്പ് ഫോട്ടോയിൽ അറിയില്ലല്ലോ. സ്വന്തം കറുപ്പിന്റെ കോംപ്ലക്സ് ആണെങ്കിൽ അതൊക്കെ പറഞ്ഞാ പോരെ, വെറുതെ എന്നെ നശിപ്പിക്കാൻ വരുന്നേ. അതേടാ, ആന്റണി കറമ്പനാ, കാക്കയുടെ കറുപ്പ്. നിനക്കറിയോ കറുപ്പിന് 7 അഴകാ? അത് ശരിയാ, ബാക്കി 93 അഴകും വെളുപ്പിനാ. ചെറിയാൻ ചേട്ടന്റെ ലോറിയാണ് ആന്റണി ഓടിക്കുന്നത്. കണക്ക് നോക്കി പണം വാങ്ങാൻ വരാറുണ്ട് ചെറിയാൻ ചേട്ടൻ. വെളുത്ത തമ്പുരാട്ടിക്കുട്ടിയെ ആന്റണി തട്ടിക്കൊണ്ടുവന്ന കാര്യമെല്ലാം ഇവിടെ പറയുന്നുണ്ട്. മകൻ ആദിയുടെ കയ്യിലെ ഫാമിലി ഫോട്ടോ കണ്ട് ചെറിയാൻ ചേട്ടൻ ആന്റണിയുടെ കറുപ്പിനെ പരിഹസിക്കുകയാണ്. കള്ളുഷാപ്പിലിരുന്ന് ആന്റണി ചോദിക്കുന്നുണ്ട്, അതെ, ഒരു മനുഷ്യൻ കറുത്തു പോണതും വെളുത്തു പോണതും അവന്റെ കുഴപ്പമാണോ? അല്ല. ഒരാൾ കറുത്തവനായും വെളുത്തവനായും ജനിക്കുന്നത് അവന്റെ കുഴപ്പമാണോ എന്ന്. ആന്റണി തളരാൻ തയ്യാറല്ലാട്ടോ. നെൽസൺ മണ്ടേലയാണ് ഇദ്ദേഹത്തിന്റെ റോൾ മോഡൽ. ആ കറുത്ത മുത്തിനിരിക്കട്ടെ ഒരു സല്യൂട്ട്. കള്ളുകുടിയൻ ആന്റണിയെ ലക്ഷ്മിക്ക് അത്ര ഇഷ്ടമല്ല. ഒരു ആനയെ സ്വന്തമാക്കണമെന്ന മോഹം അങ്ങനെ ആന്റണി സഫലമാക്കി. സഹായത്തിന് പീതാംബരനുണ്ട്. അതുകൊണ്ട് മറ്റൊരു പാപ്പാൻ വേണ്ടെന്നാണ് ആന്റണിയുടെ നിലപാട്. ആദ്യ വലുതായി, MBA ബിരുദധാരിയായി. ആസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്ത് സുഖമായി ജീവിക്കണം, അതാണ് ആന്റണിയുടെ മകൻ ആദിത്യന്റെ മോഹം. 10 പേരെ സംഘടിപ്പിച്ചു കൊടുത്താൽ ആദിക്ക് 4 ലക്ഷം രൂപയുടെ വിസ ഫ്രീ ആയി കിട്ടും. 10 പേരെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അവർക്കുള്ള ട്രെയിനിങ് ആണ്. പക്ഷേ ആസ്ട്രേലിയയിൽ പോകണ്ട എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. എന്നാൽ ആദിക്ക് പോയേ തീരൂ എന്നാണ്. ട്രെയിനിങ് നടക്കുകയാണ്. ഒരാളുടെ വിസ കാശ് കിട്ടാനുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് ആദി. ഉടൻ വീട്ടിലെത്തിക്കാമെന്ന് ഉറപ്പും കിട്ടി. അപ്പനും മകനും പോകുന്ന വഴി കുറച്ചുപേർ പിന്തുടരുന്നു. എന്നാൽ ഒരു കൈ നോക്കിയേക്കാമെന്ന് ആന്റണി. എന്നാൽ അവർക്ക് ആദിയെയാണ് വേണ്ടതത്രേ. ആദിയെ തൊടാൻ വന്നാൽ അപ്പൻ വെറുതെ നിൽക്കുമോ? എടുത്തിട്ടങ്ങ് പെരുമാറി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആ വിസയുടെ പണം ആദിയെ ഏൽപ്പിക്കാൻ വന്നവരാണത്. പണം ഏൽപ്പിച്ച് അവർ മടങ്ങി. എന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അപ്പൻ ആന്റണി ഉത്തരവാദിത്തം ഏൽക്കണമെന്ന് ഒരു വാക്കും അവർ പറഞ്ഞു. പണം കിട്ടിയപ്പോൾ അപ്പനും അമ്മയും ഹാപ്പി. ആദിക്കുള്ള ഫ്രീ വിസയുമായി തോമസ് മാത്യു എത്തി. സമാധാനമായി. മറ്റുള്ളവരുടെ വിസയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും നൽകി. പിറ്റേന്ന് ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ കാണാമെന്ന് പറഞ്ഞ് തോമസ് മാത്യു പോകുന്നു. ആദി ഹോട്ടൽ വൈറ്റ് സിറ്റിയിലേക്ക്. തോമസ് മാത്യുവിൻ്റെ മുറി അന്വേഷിക്കുന്നു. എന്നാൽ അങ്ങനെയൊരാൾ ഇവിടെ മുറി എടുത്തിട്ടില്ലെന്ന് ഹോട്ടൽ ജീവനക്കാരൻ. തോമസ് മാത്യുവിനെ വിളിക്കുന്ന ആദി. തോമസ് മാത്യു വിദേശത്തെത്തി. ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ ആദി സത്യം തിരിച്ചറിഞ്ഞു. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. തോമസ് മാത്യു എന്നൊരാളില്ല. 10 പേരിൽ നിന്നായി വാങ്ങിയെടുത്ത പണവുമായി അയാൾ മുങ്ങി. നാട്ടുകാർ വീട്ടുമുറ്റത്ത്. ഇതിനിടയിൽ ചെറിയാൻ തൻ്റെ ലോറിയുമായി കടന്നു. വീട് വിറ്റും പണം തിരികെ നൽകുമെന്ന ഉറപ്പിൽ അവർ പിരിഞ്ഞുപോയി. എന്നാൽ ശത്രുത ഉള്ളിൽ സൂക്ഷിച്ച അവർ തൻ്റെ പ്രിയ ആനയെ പിടിച്ചുകൊണ്ടുപോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ ആന്റണിക്ക് കഴിഞ്ഞുള്ളൂ. ആദി നാട് വിടുന്നു. സങ്കടക്കടലിൽ ആന്റണിയും ലക്ഷ്മിയും. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. എന്തെങ്കിലും ഒരു ജോലി ലഭിച്ചാലേ ഇനി ജീവിതം മുന്നോട്ടു പോകൂ. ആദ്യ വരുത്തിവെച്ച കടവും വീട്ടണമല്ലോ. പത്രത്തിൽ ഒരു പരസ്യം. മിന്നൂസ് ഗ്രൂപ്പിൽ ഡ്രൈവറെ ആവശ്യമുണ്ട്. ഒന്ന് പോയി നോക്കാം. ഇവിടെ വെളുത്തവർക്കാണ് ജോലി ലഭിക്കൂ എന്നാണ് പിള്ളക്കുറുപ്പ് പറയുന്നത്. രാജവംശത്തിൽപ്പെട്ട നെല്ലിക്കൽ കുടുംബത്തിൻ്റെതാണ് മിന്നൂസ് ഗ്രൂപ്പ്. മാധവ് ഓർമ്മയെ പിള്ളക്കുറുപ്പ് പരിചയപ്പെടുത്തി. ജനറൽ മാനേജർ കസേരയിൽ ഇരിക്കുന്നത് മഞ്ജുളൻ. എന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മിന്നുമോളാണത്രേ. അങ്ങനെ വീട്ടിൽ ചെന്ന് മിന്നുമോളെ കാണുകയാണ് ആന്റണി. അമ്മായിമാരെല്ലാം ഉണ്ട് ഈ വീട്ടിൽ.
ആന്റണിയെ ഡ്രൈവറായി നിയമിക്കണോ എന്ന കാര്യം മിന്നു മരിച്ചുപോയ തൻ്റെ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് അമ്മയോട് ചോദിക്കുകയാണ്. അങ്ങനെ ആന്റണി മിന്നുസ് ഗ്രൂപ്പിൻ്റെയും മിന്നുവിൻ്റെയും ഡ്രൈവറായി. താൻ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ആന്റണി മിന്നുവിനോട് പറഞ്ഞിരിക്കുന്നത്. ആന്റണി ഭാര്യയെ വിളിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയാണ്. തനിക്ക് ജോലി കിട്ടി. നാട് വിട്ടുപോയ ആദിക്കും ജോലി കിട്ടിയതായി പറയുന്നു. മിന്നു ഗ്രൂപ്പിൻ്റെ വർക്ക് സൈറ്റിലേക്ക് വർമ്മയും കൊണ്ട് പോവുകയാണ് ആന്റണി. യാദൃശികമായാണ് ആ കാഴ്ച കണ്ടത്. തൻ്റെ മകൻ ആദി കെട്ടിട തൊഴിലാളിയായി ജോലി ചെയ്യുന്നു. ഒരു കയ്യബദ്ധം പറ്റി ആദിയെ അവർ ഉപദ്രവിക്കുന്നതായി കണ്ട ആന്റണിയുടെ നെഞ്ചു പിടഞ്ഞു. ആദി താമസിക്കുന്നിടത്തേക്ക് ആന്റണി എത്തുകയാണ്. MBA-കാരനായ മകൻ കൂലിപ്പണിയെടുക്കുന്നതിലുള്ള വിഷമം അറിയിക്കുകയാണ് ആന്റണി. മിന്നു ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജർ പോസ്റ്റിൽ ഒഴിവുണ്ട്. അതിലേക്ക് ആപ്ലിക്കേഷൻ നൽകാൻ ഉപദേശിക്കുന്നു അപ്പൻ ആന്റണി. ഏതെങ്കിലും രാജകുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഉപദേശിക്കുകയാണ് ആന്റണി. സാറിനോട് റെക്കമെൻഡ് ചെയ്യാം എന്നും അപ്പൻ പറയുന്നുണ്ട്. എന്നാൽ ആദി തൻ്റെ മകനാണെന്ന കാര്യം ആന്റണി മറച്ചുവെക്കുന്നു. മിന്നു ഗ്രൂപ്പിലേക്ക് ഇൻ്റർവ്യൂവിന് പോകുന്ന വഴി അശ്രദ്ധയോടെ റോഡ് ക്രോസ് ചെയ്ത ആദിയെ ഒരു സ്കൂട്ടർ വന്നിടിക്കുന്നു. സ്കൂട്ടർ മറിഞ്ഞ് യാത്രക്കാരി വീഴുന്നു. അവസരം മുതലാക്കി ആ പെൺകുട്ടിയിൽ നിന്ന് തനിക്ക് സ്കാൻ ചെയ്യാൻ എന്നു പറഞ്ഞ് 2000 രൂപ നഷ്ടപരിഹാരം വാങ്ങി ആദി പോകുന്നു. ഇതാണ് മിന്നു ഗ്രൂപ്പിലെ മിന്നു എന്ന കാര്യം ആദി അറിയുന്നില്ല. ഓഫീസിൽ വച്ചും മിന്നുവിനെ കണ്ട ആദി അവരെ ഹരാസ് ചെയ്യുന്നുണ്ട്. ഒടുവിൽ ആദി MD-യുടെ ഓഫീസിലേക്ക്. മിന്നുവാണ് MD. കലിപ്പിലാണല്ലോ മിന്നു. ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു മിന്നു. ആദിയോട് ഫുൾ ബോഡി സ്കാനിംഗ് ചെയ്തു വരാൻ പറഞ്ഞു വിടുകയാണ് മിന്നു. ആശുപത്രിയിൽ സ്കാനിങ്ങിന് ചെന്നപ്പോൾ നല്ല തിരക്ക്. ഒരു നമ്പർ ഇട്ടു. സ്ട്രക്ചറിൽ കിടന്ന് എമർജൻസിയാണെന്ന് അഭിനയിച്ചു. ഇവിടെ വെച്ച് ചെറിയാൻ ആദിയെ കാണുന്നു. സ്കാനിംഗ് റിപ്പോർട്ടുമായി ആദി മിന്നുവിൻ്റെ അടുത്തേക്ക്. അത് കയ്യിൽ വെച്ചോ ജോലിയില്ല എന്ന് മീനു. ആദി കുഴപ്പത്തിലായി. വർമ്മ സാർ ആന്റണിക്ക് വാക്ക് കൊടുത്തതാണ് ആദിക്ക് ജോലി നൽകാമെന്ന്. ഇപ്പോൾ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് മിന്നുവിനെ സമ്മതിപ്പിക്കുകയാണ് വർമ്മ സാർ. അങ്ങനെ ആദിത്യന് മിന്നു ഗ്രൂപ്പിൽ ജനറൽ മാനേജറായി ജോലി കിട്ടി. അച്ഛൻ ആന്റണിക്കും മകൻ ആദിക്കും ഒരേ കമ്പനിയിൽ ജോലി. പക്ഷേ ഇവർ അച്ഛനും മകനുമാണെന്ന സത്യം ഇവിടെ ആരും അറിയുന്നില്ല. ഇതിനിടയിൽ വർക്ക് സൈറ്റിൽ തൊഴിലാളി സമരം നടക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ ആദി മുന്നിട്ടിറങ്ങുന്നു. കൂടെ മിന്നുവും. താൻ പണിയെടുത്ത് കുളമാക്കിയ കോൺട്രാക്ടറുടെ വർക്ക് സൈറ്റിലേക്കാണ് ആദി പോകുന്നത്. നല്ല പേടിയുണ്ട്. എന്നാൽ ആദിയെ കണ്ട കോൺട്രാക്ടർ പേടിക്കുന്നു. ജനറൽ മാനേജർ വർക്ക് സൈറ്റിലെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ അന്ന് വേഷം മാറി വന്നതാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ച് ആദിയുടെ അടുത്ത് ക്ഷമാപണവുമായി വരുന്നു. സൈറ്റിലെ ചില കള്ളത്തരങ്ങൾ അയാൾ തുറന്നു പറയുന്നു. സമരം പിൻവലിക്കാനുള്ള നടപടി എടുക്കാമെന്ന് കോൺട്രാക്ടർ സമ്മതിക്കുന്നു. ഇത് കണ്ട മിന്നുവിന് വിശ്വസിക്കാനായില്ല. പ്രശ്നം ആദി സോൾവ് ചെയ്തിരിക്കുന്നു. ആദിക്ക് അമ്മയുടെ കോൾ വരുന്നു. ആദി അറ്റൻഡ് ചെയ്യുന്നില്ല. ചെറിയാൻ ആദിയെ ആശുപത്രിയിൽ വച്ച് അത്യാസന്ന നിലയിൽ കണ്ടതായി പറഞ്ഞിരിക്കുന്നു. മിന്നു ഗ്രൂപ്പിൽ ആദിക്ക് അഭിനന്ദനം. ദൈവം നമ്മുടെ കൂടെയാണെന്ന് പറഞ്ഞു തീരും മുമ്പേ ലക്ഷ്മി വീട്ടിലേക്കെത്തുന്നു. പീതാംബരനുമുണ്ട് കൂടെ. തിരിച്ചു പോകാൻ പറയുകയാണ് ആന്റണി. ആന്റണി വിവാഹം കഴിച്ചിട്ടില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ലക്ഷ്മി അറിയുന്നില്ലല്ലോ. ഇവിടെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അതാരാണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അത് വീട്ടില് ജോലി അന്വേഷിച്ചു വന്നവരാണെന്ന് ആന്റണി ഒറ്റപ്പറച്ചിൽ. ഉടൻ മിന്നു അവരെ വിളിക്കാൻ പറയുന്നു. എന്തായാലും വന്നതല്ലേ, ജോലിക്ക് നിൽക്കാൻ പറയുന്നു. അങ്ങനെ ലക്ഷ്മി ഇവിടുത്തെ വീട്ടുജോലിക്കാരിയാകുന്നു. ആന്റണിയുടെ ഭാര്യയാണെന്നും ആദിയുടെ അമ്മയാണെന്ന കാര്യവും ഒന്നും ഈ വീട്ടിൽ ആരും അറിയുന്നില്ല. ആന്റണി അവിവാഹിതനാണെന്ന് അറിഞ്ഞ നാൾ മുതൽ ഇവിടുത്തെ വേലക്കാരിക്ക് ആന്റണിയോട് ശൃംഗാരമാണ്. എന്നാൽ ആ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് വർമ്മ സാർ. ലക്ഷ്മിയെ കൊണ്ട് അധികം ജോലി ചെയ്യിക്കരുതെന്ന് ആദിയുടെ ശുപാർശ. അങ്ങനെ ലക്ഷ്മി ഈ തറവാടിൻ്റെ അകത്തെ ജോലികൾ ചെയ്താൽ മതിയെന്നായി. ഇതിനിടയിൽ ആന്റണിയും ലക്ഷ്മിയും ആദിയുമെല്ലാം കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നത് കാണാം. അമ്മായിമാർ തന്നെ കുറ്റം പറയുന്നത് കേട്ട് വിഷമിക്കുന്ന മിന്നുവിൻ്റെ വേദനയിൽ പങ്കാളിയാകുന്ന ലക്ഷ്മി. അമ്മയെ നഷ്ടപ്പെട്ട മിന്നുവിന് ലക്ഷ്മിയിലൂടെ അമ്മയുടെ സ്നേഹം ലഭിച്ചു തുടങ്ങുന്നു. ഇതിനിടയിൽ മിന്നുവിന് ആദിയോട് ഇഷ്ടമാണെന്ന കാര്യം ലക്ഷ്മിയോട് മിന്നു പറയുന്നത് ആദി കേൾക്കുന്നു. അവരുടെ സ്നേഹവും വളരുന്നു.
ഇതിനിടയിൽ ഭാര്യയെ നഷ്ടപ്പെട്ട വർമ്മ സാറിന് ലക്ഷ്മിയെ കണ്ടപ്പോൾ ഒരു സ്നേഹം. ഇത് തുറന്നു പറയുന്നതോ ലക്ഷ്മിയുടെ ഭർത്താവ് ആന്റണിയോട് തന്നെ. ആന്റണിയുടെ നെഞ്ചു തകർന്നു. ലക്ഷ്മിയും മിന്നുവും തമ്മിലുള്ള സ്നേഹം വളർന്നു. ആദിയും മിന്നുവും ഇഷ്ടത്തിലാണെന്നത് ആന്റണിയോട് ആദി പറഞ്ഞെങ്കിലും ആന്റണി എതിർക്കുകയാണ്. അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് പറയുന്നത്. മിന്നുവിൻ്റെയും ആദിയുടെയും കാര്യം സംസാരിക്കാൻ രാത്രി ഫാമിലി യോഗം. അമ്മ ലക്ഷ്മിക്കും അവരുടെ സ്നേഹബന്ധത്തോട് യോജിപ്പാണ്. മാധവവർമ്മ ആദിയും മിന്നുവും തമ്മിലുള്ള അടുപ്പം നേരിൽ കാണുന്നു. ഇത് വർമ്മ സാറിനെ അറിയിക്കുന്നു. മാധവവർമ്മയുടെ മകൻ രാഹുലുമായി മിന്നുവിൻ്റെ വിവാഹം നടത്താൻ വാക്ക് പറഞ്ഞിരിക്കുകയാണ്. നിനക്ക് മിന്നുമോളെ ഇഷ്ടമാണോ എന്ന് പരസ്യമായി ആദിയോട് ചോദിക്കുന്ന വർമ്മ സാർ. ഇഷ്ടമാണെന്ന് ആദി. തനിക്ക് ഈ ബന്ധം ഇഷ്ടമാണെന്ന് വർമ്മ സാർ പറയുമ്പോൾ ചിലരുടെ മുഖം വാടുന്നു. മാധവവർമ്മ എതിർക്കുന്നു. രാഹുലുമായുള്ള വിവാഹം നേരത്തെ പറഞ്ഞു വെച്ചതാണെന്ന കാര്യവും അദ്ദേഹം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദിത്യൻ്റെ കോലോത്ത് ചെന്ന് മാതാപിതാക്കളോട് വരാൻ പറയാൻ വർമ്മ സാർ പറയുന്നതോടെ ആന്റണിയും ആദിയും ലക്ഷ്മിയും കുഴഞ്ഞു. മാത്രമല്ല, ഈ വിവാഹം കഴിഞ്ഞിട്ട് വേണമത്രേ വർമ്മയ്ക്ക് ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ. ലക്ഷ്മി ആന്റണിയുടെ ഭാര്യയാണെന്നും ആദി ഇവരുടെ മകനാണെന്നും ഇതുവരെ ഈ തറവാട്ടുകാർ അറിഞ്ഞിട്ടില്ലല്ലോ. ലക്ഷ്മി മിന്നുവിനോടൊപ്പമാണ് ഉറങ്ങുന്നത്. ആ ബന്ധം അത്ര വളർന്നു. ഒന്നുണർന്നപ്പോൾ ലക്ഷ്മിയെ കാണാനില്ല. മിന്നു അന്വേഷിക്കുന്നു. മാധവവർമ്മയും അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ ആദിയുടെ മുറിയിൽ അവരെ കണ്ടെത്തി. ലക്ഷ്മിയുടെ മടിയിൽ കിടക്കുന്ന ആദി. ഈ രംഗം കണ്ട് മാധവവർമ്മ ഞെട്ടുന്നു. എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. ഇരുവരെയും തെറ്റിദ്ധരിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദി എല്ലാം തുറന്നു പറയുന്നു. ലക്ഷ്മി തൻ്റെ അമ്മയാണ്, ആന്റണി തൻ്റെ അച്ഛനാണ് എന്ന സത്യങ്ങൾ. അങ്ങനെ അവർ ഈ തറവാടിന് പുറത്താകുന്നു. വർമ്മ സാർ മിന്നുവും രാഹുലുമായുള്ള വിവാഹം തീരുമാനിച്ചു. രാഹുലിനെ തട്ടിക്കൊണ്ടുപോകാൻ നിശ്ചയിച്ച് ആദിയും പീതാംബരനും. രാഹുലിനെ ആദി കിഡ്നാപ്പ് ചെയ്ത വിവരം വർമ്മയും വീട്ടുകാരും അറിയുന്നു. ഇക്കാര്യം ആന്റണി അറിയുമ്പോൾ രാഹുലിനെ മോചിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നു. എന്നാൽ ആദി രാഹുലിനെ പുറത്തിറക്കുന്നതോടെ കഥ മാറുന്നു. ആന്റണിയും രാഹുലിന് എതിരാകുന്നു, മർദ്ദിക്കുന്നു. ആസ്ട്രേലിയൻ വിസ നൽകാമെന്ന് പറഞ്ഞ് ആദിയിൽ നിന്ന് പണം തട്ടിയെടുത്ത തോമസ് മാത്യു ആണിത്. രാഹുൽ തോമസ് മാത്യുവായി വീട്ടിൽ വന്ന കാര്യം ആന്റണിയും കൃത്യമായി ഓർക്കുന്നു. അസ്വസ്ഥനായ വർമ്മ തിരിച്ചു പോകുന്നു. വർമ്മയുടെ വീട്ടിൽ നിന്ന് ഫോൺ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വർമ്മ ആന്റണിയുടെ വീട്ടിലെത്തുന്നു. മിന്നുവിനെ ആദിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ മിന്നുവിന് ആദിയോടൊപ്പം ലക്ഷ്മി അമ്മയെയും തിരിച്ചു കിട്ടുന്നു. പക്ഷേ ലക്ഷ്മിയെ കെട്ടണമെന്ന വർമ്മയുടെ മോഹം നടന്നില്ല. എന്നാലും എല്ലാവരും ഹാപ്പി.